നമസ്കാരം. കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ, എല്ലാവരും വെറുക്കപ്പെടുന്ന എൽഡിഎഫുകാരും വെറുക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് മറ്റാരുമല്ല, വീണ ജോർജ്. ആറന്മുളയിലാണ് അവർ മത്സരിക്കുന്നത്. മൂന്നാമത്തെ മത്സരമാണ്. എന്നാൽ കഴിഞ്ഞ കാലത്ത് 2021 മുതൽ 26 വരെയുള്ള കാലത്ത് അവർ ആരോഗ്യമന്ത്രി ആയതോടെ ഡംബും അഹങ്കാരവും എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നും അതേപോലെ അഴിമതി നടത്താമെന്നും ഇതൊന്നും ആരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ നടപ്പും എടുപ്പുമെല്ലാം. നമുക്കറിയാം, കണ്ണൂരിൽ KSU വിദ്യാർത്ഥികളെ ഒരു പ്രകടനമായി എത്തുകയും അവർ 4ഓളം വരുന്ന വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ അവർ കരിങ്കൊടി കാണിച്ച് ഉടനെ തന്നെ അവർ അതിനെല്ലാം ധിക്കാരപുരം തന്നെ വെല്ലുവിളിക്കുകയും പോലീസുകാരുടെ ഇടയിൽ നിന്ന് അവർ പോയി എന്ന് കണ്ടതോടു കൂടിയിട്ട് വെല്ലുവിളിക്കുകയും പിന്നീട് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും അവർ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയും അതെല്ലാം തന്നെ വീഡിയോയിൽ പകരുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് കാണുന്നത് അവരെ ആക്രമിച്ചു, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞ MN ഷംസീർ പറയുകയും പിണറായി വിജയൻ പറയുന്ന പ്രകാരം അവർ പിന്നെ അഭിനയിക്കുകയുമായിരുന്നു. കേരളത്തിൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഓസ്കാർ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായി ആര് മാറി? വീണ ജോർജ് മാറി. എല്ലാവരുടെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രമായി. വെറും പാവപ്പെട്ട ഒരു കോളേജ് വിദ്യാർത്ഥികളായ അതിലും 4 വിദ്യാർത്ഥികളെയും 16 ദിവസമാണ് വീണ ജോർജിന്റെ കള്ളപ്പരാതിയിൽ ജയിലിലകത്തിട്ട് ആയുധം ഉപയോഗിച്ചു ആക്രമിച്ചു എന്നെല്ലാമുള്ള പരാതി. അപ്പോൾ നോൺ ബെയിലബിൾ വകുപ്പാണ്. ഇങ്ങനെ കള്ളപ്പരാതി എടുപ്പിച്ച് എതിരാളികളെ പോലും ഈ വിധത്തിൽ നശിപ്പിക്കുന്ന വീണ ജോർജ്, എന്നെ കള്ളക്കേസിൽ 3 തവണയാണ് കള്ളക്കേസിൽ കുടുക്കിയത് വീണ ജോർജ്. അവസാനം കോടതി പറയുന്നത് ഇത് എങ്ങനെ കേസ് നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികം വിഴുപ്പലക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ വീണ ജോർജ്. അവരവിടെ നിന്ന് 7000 വോട്ടിന് ജയിക്കുമെന്നാണ് CPM പറഞ്ഞതെങ്കിലും അവിടെ ദയനീയമായി പരാജയപ്പെടും, 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണി പറയുന്നത്. അവിടെ മാത്രമല്ല, ആറന്മുള മാത്രമല്ല, പത്തനംതിട്ടയിലെ ബാക്കി 4 മണ്ഡലങ്ങളും റാന്നി, കോന്നി, അടൂർ, തിരുവല്ല അടക്കം UDF വൻ വിജയം നേടും. മാത്രമല്ല, തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കീഴിലുള്ള കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഇത്തവണ വൻ വിജയമായിരിക്കും UDFന്. അതായത് 7-ൽ 7 സീറ്റും കിട്ടുമെന്നാണ് ആന്റോ ആന്റണി പറയുന്ന വാചകങ്ങൾ നമുക്ക് കേൾക്കാം. ഞാൻ ഇന്നലെ സംസാരിച്ചു വളരെ വിശദമായി. അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, എന്താണോ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത് അതേ ഇലക്ഷൻ റിസൾട്ടായിരിക്കും ഇത്തവണ UDFനുണ്ടാവുക. അത് വലിയ ചരിത്ര നേട്ടമായിരിക്കും. അവിടെ കുമ്മനമായിരിക്കും ആറന്മുളയിൽ 2-ാം സ്ഥാനത്തേക്ക് പോവുക എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ മര്യാദ കൂടി കുമ്മനം ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, കുമ്മനം നല്ല സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം, ആറന്മുളയിലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ ഒന്നാണ് കുമ്മനം. BJPയിലെ സ്വാത്വികനായ നേതാവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അവിടെ UDF വലിയ ഭൂരിപക്ഷം, അതായത് FCRയെ വലിയ തോതിൽ ബാധിച്ച ഒരു മണ്ഡലം കൂടിയാണ് ആറന്മുള. ക്രിസ്ത്യൻ വോട്ട് ഒരു പരിധി വരെ നല്ലൊരു ശതമാനം UDFിലേക്ക് ഒഴുകിയെത്തി. മുസ്ലിം വോട്ടും UDFിലേക്ക് ഒഴുകിയെത്തി. അതേപോലെ പത്തനംതിട്ട ജില്ലയിലെ UDFനെ ഏറ്റവും ഗുണം ചെയ്തത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരണം നടന്നു എന്നുള്ളതാണ്. ആ ഏകീകരണം നടന്നതോടുകൂടി അവിടെയുള്ള പിണറായി വിജയൻ്റെ വെള്ളാപ്പള്ളിയുടെയും രംഗപ്രവേശത്തോടു കൂടിയിട്ടാണ്, അവരുടെ പ്രസ്താവനകൾ വഴിയാണ് മുസ്ലിം വോട്ടുകൾ ഏകീകരണം ഉണ്ടായത്. മലപ്പുറം ജില്ല കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും തട്ടിപ്പുകാരുടെയും കള്ളപ്പണക്കാരുടെയും കേന്ദ്രമാണെന്ന് പിണറായി വിജയൻ ഒരു ഇൻ്റർവ്യൂവിൽ ഹിന്ദു പത്രത്തിന് ഡൽഹിയിൽ പോയി കൊടുത്തു, ആരും അറിയാതെ. എന്നാൽ ഇതേപോലെ ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യം പറയുക, ഇതേപോലെയാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തിച്ച് ശബരിമല ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ വെള്ളാപ്പള്ളിയെ കൊണ്ട് പിണറായി വിജയനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ മൊത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ UDFനോടൊപ്പം പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് പത്തനംതിട്ട MP ആന്റോ ആന്റണി ക്രൈമിനോട് സംസാരിച്ച കാര്യങ്ങൾ. നമസ്കാരം. പത്തനംതിട്ട MP എന്ന നിലയിൽ താങ്കളുടെ കീഴിലുള്ള 7 നിയോജക മണ്ഡലത്തിലെ സ്ഥിതി എന്താണ്? ആറന്മുളയിൽ വീണ ജോർജ് വിജയിക്കുമോ? അല്ല, ഇത്തവണ UDFന് അനുകൂലമായ വലിയൊരു കൊടുങ്കാറ്റാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്ക് ദൃശ്യമാക്കാൻ കഴിഞ്ഞത്. 7 അസംബ്ലി നിയമമണ്ഡലങ്ങളും ജയിക്കുന്ന ഒരു ട്രെൻഡാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതില് ആറന്മുള നിയോജകമണ്ഡലം ഉറപ്പായും UDFന്റെ സ്ഥാനാർത്ഥി അബിൻ വർക്കി വിജയിക്കും, യാതൊരു സംശയവുമില്ല. ഈ ആറന്മുളയില് 7500 വോട്ടിന് വീണ ജോർജ് വിജയിക്കുമെന്നാണ് CPM പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
അത് ഒരു വിശ്വസനീയമായ കണക്കല്ല. സി പി എമ്മിന് പഴയ പോലെ കണക്കിന്റെ കാര്യത്തിൽ കൃത്യതയില്ല. കാരണം അവരുടെ അണികളിൽ തന്നെ അസ്വസ്ഥരും കൊഴിഞ്ഞു പോകുന്നവരുമാണ് കൂടുതൽ. നേതൃത്വത്തെ വിശ്വാസത്തിലുള്ള എടുക്കുന്ന അണികളുടെ എണ്ണം ഇന്നിപ്പോ പരിമിതമാണ്. അതുകൊണ്ട് ഈ ആറന്മുളയിൽ സി പി എമ്മിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വീണ ജോർജിനെതിരെ വലിയ ഒരു വികാരമുണ്ട്. ധാരാളം ഇടതുപക്ഷ വോട്ടുകൾ ചോർന്ന് UDF-ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ തവണ RSSന്റെ വോട്ട്, മറ്റ് സംഘടനകളുടെ വോട്ടൊക്കെ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി അവരുടെ വോട്ട് പിടിക്കുന്നതോടെ തന്നെ ആറന്മുളയിൽ പുറകോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. UDF ഒരുമിച്ച് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടു. UDF-ന് അപ്രകാരമുള്ള അസംബ്ലി മണ്ഡലമാണ്. ഉറപ്പായിട്ടും അതുകൊണ്ട് അവിൻ വർക്കിൽ വിജയിക്കും. ആറന്മുള എത്ര വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട്? ഞാൻ പ്രതീക്ഷിക്കുന്ന 5000-ന് മുകളിൽ ഭൂരിപക്ഷം. മറ്റുള്ള മണ്ഡലങ്ങളിൽ സ്ഥിതി എന്താണ്? മറ്റുള്ള മണ്ഡലങ്ങളിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാവും? മറ്റു മണ്ഡലങ്ങളിലും വലിയ മാറ്റമാണ്. അടൂര് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിക്കാൻ പോകുന്നത്. അതുപോലെ തിരുവല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ്. കോന്നിയും റാന്നിയും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഒക്കെ ഇതിന്റെ അതേ പാതയിലാണ്. ഈ അടൂർ നിയോജകമണ്ഡലത്തിൽ ശാന്തകുമാർ അദ്ദേഹത്തിനെതിരെ ചില വ്യാജ രേഖകളൊക്കെ ഇങ്ങനെ ഇറക്കി എന്ന് പറഞ്ഞ വലിയ പ്രശ്നമുണ്ടായി. അദ്ദേഹം വലിയ പൊട്ടിക്കരച്ചിലൊക്കെ നടത്തുന്നുണ്ടായി. അത് എത്രമാത്രം ഇലക്ഷനിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്? അല്ല, ഒരു CPM-ന്റെ ഒക്കെ ഒരു നികൃഷ്ടമായ മനസ്സാണ് ഇത് കാണിക്കുന്നത്. 5 തവണയായി തുടർച്ചയായി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. 5 തവണയായി തുടർച്ചയായി ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു കേസില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പേരും ഒന്നും ഉടമസ്ഥനും ഇല്ലാതെ കൊലക്കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ്. ആ സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കേസ് ഇല്ല എന്ന് പറയുന്നത്. അത് ഇടതുപക്ഷത്തിനെതിരെ ഒരു വലിയ വികാരമായി അവിടെ മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ കോന്നിയിലും റാന്നിയിലും എന്തായിരിക്കും സ്ഥിതി? കഴിഞ്ഞ തവണയൊക്കെ UDF-ന് കൈവിട്ടു പോയ പ്രധാനപ്പെട്ട 2 മണ്ഡലമാണ്. രണ്ടും തിരിച്ചു പിടിക്കും. വലിയ അടിയൊഴുക്കുകളാണ് അവിടെ. CPM-ലാണ് ഏറ്റവും കൂടുതൽ അടിയൊഴുക്കുകൾ. ഇതേപോലെ തിരുവല്ലയിൽ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചൊരു സ്ഥലമാണ്. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വൻ വിജയമുണ്ടാകുമെന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്. എന്തായിരിക്കും തിരുവല്ല? BJP സ്ഥാനാർത്ഥി അവിടെ അത്ര വലിയ പ്രസക്തമായിട്ടൊന്നുമില്ല. അവിടെ UDF LDF-ആയിട്ടാണ് മത്സരം. UDF-ന് അപ്രകാരമുണ്ട്. UDF മണ്ഡലമാണ്. ഇത്തവണ UDF ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഉറപ്പായിട്ടും ജയിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ LDF മുന്നിൽ നിന്ന സ്ഥലമാണ് ഈ കാഞ്ഞിരപ്പള്ളി. അവിടെ എങ്ങനെയുണ്ടായിരിക്കും? LDF അവിടെ മുന്നിൽ നിന്നിട്ടില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ആണ് അവിടെ മുന്നിൽ. അല്ല, കാഞ്ഞിരപ്പള്ളിയില് UDF അല്ല LDF ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 7 മണ്ഡലങ്ങളിൽ. അല്ല, കാരണം അവിടെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഞങ്ങളാണ് ജയിച്ചത്. UDF ആണ് ജയിച്ചത്. ആ കാഞ്ഞിരപ്പള്ളി നിയമമണ്ഡലത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും കംഫർട്ടബിളായി മാറി. ഇടതുപക്ഷ കോട്ടയായ ചെർക്കളവ് പോലും നല്ല ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. അവിടെയും UDF വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. UDF വിജയിക്കും. അതേപോലെ പൂഞ്ഞാറാണ് താങ്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് പൂഞ്ഞാർ കഴിഞ്ഞ ശേഷം LDF വിജയിച്ച സ്ഥലമാണ്. തദ്ദേശ സ്വയംഭരണ 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിക്കും. PC ജോർജ് തോൽക്കുമെന്നാണ് പറയുന്നത്. PC ജോർജ് അവിടെ ഇത്തവണ നേരത്തെ ലഭിച്ചിരുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് അത്രയും വോട്ടുകൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ശബരിമല ഇഷ്യൂ എത്രമാത്രം ഈ മണ്ഡലങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്? അല്ല, ശബരിമല വിശ്വാസികൾക്കെല്ലാം അറിയാമല്ലോ. ശബരിമല കൊള്ളയടിക്കുകയും ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി അമ്മണിയെയും രഹനാപാത്തിമയും ഒക്കെ കൊണ്ടുവന്ന ആരാണെന്നുള്ള അവർക്കറിയാമല്ലോ. വിശ്വാസി സമൂഹം എങ്ങനെയാണ് ഈ ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന അതിന്റെ തിരിച്ചറിവ് ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വേറെ എന്തൊക്കെ വികാരങ്ങളാണ് ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുള്ളത്? അല്ല, ഈ ഗവൺമെന്റിനോട് ജനങ്ങൾ മടുത്തല്ലോ. ഇതുപോലെ ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ?
ഒരു വശത്ത് മഹാരാജാക്കന്മാരുടെ കൂട്ടുള്ള ആർഭാടം, മുഖ്യമന്ത്രി, മന്ത്രിമാര്, കുറെ ഭരണ നേതാക്കള്, ഈ പിന്നെ ഇടതുപക്ഷ നേതാക്കളെല്ലാം സമൂഹത്തിലെ അപ്പർ ക്ലാസ് ആയി, അവർക്കെല്ലാം സൗഭാഗ്യങ്ങളും ഉണ്ടായി എന്നുള്ള പാവപ്പെട്ടവന്റെ ജീവിതം, കൃഷിക്കാരന്റെ ജീവിതം, സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമായി. ചെറുപ്പക്കാരാണെങ്കിൽ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്ന ഒറ്റയാൾക്ക് 10 വർഷത്തിന് നിയമനം കൊടുക്കാത്തൊരു ഗവൺമെന്റ്. ഈ ചെറുപ്പക്കാരെങ്ങനെ ഈ ഗവൺമെന്റ് നോട്ട് ചെയ്യുന്നത്? ഇതുപോലെ നമ്മുടെ ക്യാമ്പസുകളും സ്കൂളുകളും കോളേജുകളെല്ലാം മയക്കുമരുന്നിയുടെ മടിയുടെ ഭാവിയിൽ എറിഞ്ഞു കൊടുത്ത് മയക്കുമരുന്ന് മാഫിയ വളർത്തിയ ഒരു ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും മാതാപിതാക്കൾ വോട്ട് ചെയ്യാൻ കഴിയുമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും ഇവരെ കാത്തിരിക്കുന്നത്. എന്തായാലും 7 മണ്ഡലങ്ങളും വിജയിക്കുമെന്നുള്ള 7 മണ്ഡലങ്ങളും UDF ജയിക്കും. എല്ലാ സ്ഥലത്തും ഭൂരിപക്ഷമായിരിക്കും. ആയിരിക്കും. ഓക്കെ, താങ്ക് യു.